നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. എന്നാൽ വളരെ അതിശയം, ആ പൗണ്ഡ്രക വാസുദേവൻ സായുജ്യം പ്രാപിച്ചു എന്നതാണ്. അതിനെക്കുറിച്ച് പറയാണ് 5-ാമത്തെ ശ്ലോകം. ജാള്യേന ബാലകഗിരാ അപി കില അഹം ഏവ കിലാഹമേവ ശ്രീവാസുദേവഃ ഇതി രൂഢമതിശ്ചിരം സഹ സായുജ്യമേവ ഭവദ് ഐക്യധിയാ ഗതഃ അഭൂത് കഹ നാമ കോ നാമ കസ്യ സുകൃതം കഥം ഇതി അവേയാത് കഥമിത്യവേയാത്. ജാള്യേന തൻ്റെ ആ ബുദ്ധിശൂന്യത കൊണ്ട് ബാലകഗിര അപി കുട്ടികളുടെ വാക്ക് കേട്ട്, ചെറുപ്പം മുതലേ തൻ്റെ കൂടെ കളിക്കുന്നവരുടെയും ഒപ്പം വലുതായപ്പോ തൻ്റെ സേവകന്മാരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് അഹമേവ ശ്രീവാസുദേവ, ഞാൻ തന്നെയാണ് ആ വാസുദേവ കൃഷ്ണൻ എന്ന് ഇതി ചിരം വളരെ കാലമായിട്ട് രൂഢമതിഹി ബുദ്ധിയിൽ ഉറച്ചുപോയ സഹ ആ പൗണ്ഡ്രകൻ ഭവത് ഐക്യധിയ ഞാൻ തന്നെ ഭഗവാൻ എന്ന ആ ഒരു ഐക്യബുദ്ധിയാൽ സായുജ്യമേവ ഗതഃ ഭൂത് സായുജ്യമുക്തിയെ പ്രാപിച്ചുവല്ലോ. ഇപ്പൊ ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, കസ്യ ആരുടെ സുകൃതം, ആരുടെ സുകൃതമാണ്, കഥമിതി എപ്രകാരമാണ്, കഹനാമ ഇത് ഏതൊക്കെ വിധത്തിലാണെന്ന് ആർക്കറിയാം, അവേയാത് ആർക്കും അറിഞ്ഞുകൂടാ, കഹനാമ അവേയാത് ആരാണറിയുക. ഇവിടെ നമ്മുടെ വേദാന്തത്തിൽ പറയുന്നുണ്ട്, ഒരു ഗുരുവിന്റെ അടുത്ത് പോയിട്ട് ആ ഗുരു ശിഷ്യനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, തത് ത്വം അസി അത് നീ ആകുന്നു, നീ ഏതൊരു ലക്ഷ്യത്തെ പ്രാപിക്കാനാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ സത്യം അത് നീ തന്നെയാകുന്നു, തത് ത്വം അസി തത്വം അസി. ഇങ്ങനെ അത് സ്വയം വിചാരം ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. അങ്ങനെ വിചാരം ചെയ്ത് ഉറപ്പിക്കുന്ന ആ ശിഷ്യൻ പിന്നീട് തിരിച്ചറിയുന്നു, അതെ ആ സത്യം ഞാൻ തന്നെയാകുന്നു, അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ഒരു തിരിച്ചറിവിലേക്ക് ശിഷ്യനെ കൊണ്ടെത്തിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. ഇതേപോലെ ഞാൻ വാസുദേവനാണെന്ന് ചെറുപ്പം മുതലേ തൻ്റെ ആ ഒരു മൂഢത്വം കൊണ്ടാണ് വിശ്വസിച്ചത് എങ്കിൽ പോലും അങ്ങനെ വിശ്വസിച്ച് ഞാനാണ് വാസുദേവൻ എന്ന് വിചാരിച്ച ആ പൗണ്ഡ്രകന്റെ ബുദ്ധി മൂഢത്വം കൊണ്ടുപോലും ഭഗവാനെ അങ്ങയോട് ഐക്യം പ്രാപിച്ചുവല്ലോ, അത് മതി എന്നാണ് ഭഗവാൻ പറയുന്നത്. മുമ്പ് വിറകും അഗ്നിയുടെയും ഉദാഹരണം പറയാറുണ്ട്. അതായത് നല്ല ഉണങ്ങിയിരിക്കുന്ന വിറക് അഗ്നിയിൽ നമ്മൾ ബോധത്തോടെ കൊണ്ട് ഇട്ടാലും അബദ്ധത്തിൽ ആ അഗ്നിയിൽ വീണാലും അത് കരിയും. അതുപോലെ തന്നെയാണ്
ഭഗവാനിൽ എങ്ങനെയായാലും മനസ്സ് വെക്കണമെന്നേ ഉള്ളൂ. അത് ദേഷ്യം കൊണ്ടാണെങ്കിൽ അങ്ങനെ കംസന് മോക്ഷം കിട്ടി. ഇവിടെ ഭഗവാനാണ് താനെന്ന മൂഢബുദ്ധി കൊണ്ട് എന്നിട്ടും മോക്ഷം കിട്ടി. അപ്പൊ എങ്ങനെയായാലും ശരി ഭഗവാനിൽ മനസ്സ് വെച്ചിരിക്കുക എന്നതാണ് പ്രധാനം എന്നതിനാണ് ഈ ഒരു കഥ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ പൗണ്ഡ്രകന് തൻ്റെ മൂഢത്വം കൊണ്ടും ഭഗവാൻ സായുജ്യമുക്തിയെ കൊടുത്തുവല്ലോ. ഇതാണ് പറയുന്നത്. ആരുടെ സുഹൃതം ആർക്കാണ്, അതെങ്ങനെ വരുമെന്ന് ആർക്ക് പറയാൻ പറ്റും? ഒന്നും നമുക്കറിയില്ലല്ലോ ഭഗവാനെ. എല്ലാം അറിയുന്ന ഭഗവാന് മാത്രമേ ഇതിനെക്കുറിച്ച് ശരിയായ ഒരു അവലോകനം നടത്താൻ സാധിക്കുള്ളൂ. നമ്മളൊക്കെ പുറമേക്ക് നമ്മൾ പൗണ്ഡ്രകന്റെ കഥ കേൾക്കുമ്പോഴേ നമുക്ക് ചിരിയാണ് വരിക. പക്ഷേ ഭഗവാൻ തീരുമാനിച്ചിരുന്നു താൻ തന്നെയാണ് ഭഗവാൻ എന്ന് വിശ്വസിച്ച് അവന് മോക്ഷം കൊടുക്കണം. കാരണം അവന്റെ ബുദ്ധിയിൽ അത് അങ്ങ് ഉറച്ചുപോയി, താൻ ഭഗവാനാണെന്ന ചിന്ത ഉറച്ചുപോയി. അപ്പൊ അങ്ങനെ ആ പൗണ്ഡ്രകന് ഭഗവാനെ അങ്ങ് മോക്ഷം കൊടുത്തുവല്ലോ എന്നാണ് പറയുന്നത്. ശ്ലോകം 5. ജാള്യേന ബാലകഗിരാവികിലാഹമേവ ശ്രീവാസുദേവ ഇതി രൂഢമതിശ്ചിരം സായുജ്യമേവ ഭവദൈക്യതിയാ ഗതോഭൂത് കോ നാമ കസ്യ സുഹൃതം കഥമിത്യവേയാത്. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം. ഭട്ടപാദർക്കും ഗുരുവായൂരപ്പനും വ്യാസദേവനും ഗുരുക്കന്മാർക്കും പൂർവികർക്കും എല്ലാ ഈശ്വരശക്തികൾക്കും മുമ്പിൽ ഇങ്ങനൊരു അവസരം കിട്ടിയതിന് നമസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദശകം 83 നാരായണീയത്തിലെ ശ്ലോകം 5. ഈ ഒരു ശ്ലോകം നമ്മളെടുക്കുമ്പോൾ നമ്മളെയും കൂടി ഒന്ന് ഓർക്കണം, നല്ലതാണ്. നമ്മൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെയോ അറിയാം. ഞാൻ ഭക്തനാണ്, ഞാൻ വിരക്തനാണ്, ഞാൻ ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ടവനാണ് എന്നൊക്കെയുള്ളതായ ധാരണകളൊക്കെ നമുക്കുണ്ടെങ്കിൽ അത് അഭിമാനത്തോടു കൂടി ആവരുത്. സമർപ്പണത്തോടു കൂടി ആവാം, വിരോധമില്ല. അല്ലാതെ വന്നാൽ അത് മന്ദബുദ്ധികളുടെ ലക്ഷണമായിട്ട് പറയേണ്ടി വരും. കുട്ടികൾ പറയുന്ന പോലെ ഇന്ന് പറ്റുള്ളൂ. പക്ഷെ എങ്കിൽ കൂടിയിട്ടും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ സങ്കല്പങ്ങളെ പോലും ഭഗവാൻ നമുക്ക് അനുകൂലമായ തരത്തിൽ സ്വീകരിക്കും, നമ്മളെ ഉദ്ധരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ജഡതയാൽ അല്ലെങ്കിൽ മൗഢ്യത്താൽ എന്ന് പറയാം, ബുദ്ധി വികസിക്കാത്ത കുട്ടികൾ പറയുന്ന പോലെയുള്ളതായ ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ വാക്ക് കേട്ടിട്ട് താൻ ഭഗവാൻ തന്നെയാണ്, ശ്രീ വാസുദേവൻ താൻ തന്നെയാണ്, നാരായണൻ താൻ തന്നെയാണ് എന്ന രൂഢമതി, ഉറച്ച മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വളരെ കാലം ആ ബുദ്ധിയോട് കൂടിയിട്ട് അദ്ദേഹം കഴിച്ചു കൂട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ, അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ ഒരു അവസ്ഥ അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. പക്ഷെ അതും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനോടുള്ളതായ ഐക്യം ഉണ്ടായിരുന്നു. താൻ നാരായണൻ്റെ തന്നെ, നമ്മളൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ നാരായണൻ്റെ അംശാവതാരങ്ങളാണ്. നമ്മളിലൊക്കെ നാരായണനുണ്ട്, ഇല്ല. നാരായണനില്ലെങ്കിൽ നരനില്ല. പക്ഷേ അത് സ്ഥിരമായി നമ്മൾ ഓർക്കാറുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഉറച്ച മനസ്സോട് കൂടിയിട്ട് തീരുമാനത്തോടു കൂടി വിചാരിച്ചു, ഞാൻ നാരായണൻ തന്നെയാണ് എന്നുള്ളതായ ഒരു ഐക്യബോധം പൗണ്ഡ്രക വാസുദേവന് വന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സായുജ്യം കൊടുത്തു എന്ന് പറയുന്നു ഭഗവാൻ. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഈ നാടകമൊക്കെ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസൃതമായിരുന്നില്ലേ എന്നുള്ളത്. പലപാട് പറയുകയാണ്, എങ്ങനെയാണ് ഓരോരുത്തരുടെ സുഹൃതം പക്വമാകുന്നത്, ഓരോരുത്തരുടെയും സുഹൃതം അവർക്ക് സദ്ഫലം കൊടുക്കുന്നത് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈശ്വരലീലയുടെ രഹസ്യം ആർക്കും അറിയില്ല എന്നുള്ളത് കൊണ്ടാണ്.
അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഭഗവത് ഇച്ഛ പ്രവർത്തിച്ചു എന്ന് വേണം ധരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളും ചിന്തിക്കുക, എന്നിലുണ്ട് നാരായണൻ, ഞാൻ നാരായണൻ്റെ സന്താനമാണ്, നാരായണൻ്റെ അംശമാണ്, നാരായണൻ്റെ പ്രിയപ്പെട്ടവനാണ് ഞാൻ എന്ന് ആനന്ദത്തോടുകൂടി അനുസ്മരിക്കുക, എപ്പോഴും അഭിമാനിക്കാതെ കണ്ട്. ആ ഒരു ചിന്ത തന്നെ നമുക്ക് വലിയൊരു ആശ്വാസവും ആനന്ദവും തരും. നമ്മൾ അനാഥരല്ല, സനാഥരാണ്. എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ട്, ഞാൻ ഭഗവാൻ്റേതാണ്. അതുകൊണ്ട് നിർഭയനായിട്ട്, നിഷ്കളങ്കനായിട്ട്, ആത്മാർത്ഥതയോടുകൂടി ജീവിക്കാൻ നമുക്ക് ഒരു പ്രചോദനമായി തീരും അത്തരം ഒരു ചിന്ത. അത് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിശരണം.